അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള കൂട്ടുകാരെ, രക്ഷിതാക്കളെ, നമ്മളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന, വളരെയേറെ ജാഗ്രത കാണിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ലഹരി മാഫിയ നമ്മുടെ നാട്ടിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ചെറുപ്പക്കാരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്തൊരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ ക്രൂരമായി മർദ്ദിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്ത കാണാൻ വേണ്ടി കഴിഞ്ഞു. ഉമ്മ നിലവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണത്രേ. മുസ്ലിം പേരുള്ള ഒരു ചെറുപ്പക്കാരൻ. വേങ്ങര എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. മലപ്പുറം ജില്ല പൊതുവെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. വേങ്ങര എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയിലാണ് ഒരു ചെറുപ്പക്കാരൻ ലഹരി കിട്ടാത്തതിനെ തുടർന്ന് സ്വന്തം ഉമ്മയെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ആ ചെറുപ്പക്കാരനെ പോലീസ് ഡി അഡിഷൻ സെന്ററിലേക്ക് മാറ്റി എന്നുള്ള വാർത്തയൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ 50% ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയും കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. 50% എന്നും ഒരു ഡോക്ടർ 75% എന്നൊക്കെ പറയുന്ന ഒരു വാർത്ത കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെ ഗുരുതരമായൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. പലപ്പോഴും ഈ വിഷയത്തിലൊന്നും നമ്മുടെ ഭരണകൂടത്തിനും വലിയൊരു ശ്രദ്ധ ചെലുത്താനോ അതല്ലെങ്കിൽ ലഹരിയിൽ നിന്ന് നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കാനോ നമ്മുടെ ഭരണകൂടത്തിന് പലപ്പോഴും കഴിയാതെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കാണാൻ വേണ്ടി കഴിഞ്ഞു. തിരുവനന്തപുരത്ത്, നമ്മുടെ തലസ്ഥാന ജില്ലയിൽ, ഒരു 12 വയസ്സുകാരിയായ പെൺകുട്ടി ലഹരിക്ക് അടിമയായി മാറിയപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കുന്നത്. കുട്ടി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ റബ്ബർ ബാൻഡ് ചുറ്റുന്നത് പോലെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, എന്തോ കയ്യിൽ കെട്ടുന്നു, കയ്യിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെയൊക്കെ കുട്ടി കാണിക്കുന്നു. കുട്ടിയുടെ ആ ഒരു സ്വഭാവത്തിലുള്ള ആ ഒരു എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകൾ ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതർ കുട്ടിയെ നിരന്തരമായിട്ട് കൗൺസിലിങ്ങിന് വിധേയനയാക്കിയപ്പോഴാണ് ആ പെൺകുട്ടിയിൽ നിന്ന് വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ അതേ പ്രായത്തിലുള്ള സ്കൂളിലെ മറ്റു പെൺകുട്ടികളും ലഹരിക്ക് അടിമയാണ് എന്ന്. 12 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളമാണ് ഈ ലഹരി മാഫിയ നമ്മുടെ നാട്ടിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ആ കുട്ടിക്ക് ലഹരി നൽകിയിട്ടുള്ളത് സ്കൂളിനടുത്തുള്ള ഒരു ചേച്ചിയാണത്രേ. ഒരു പെൺകുട്ടിക്ക് സ്കൂളിനടുത്തുള്ള ഒരു ചേച്ചി ഇങ്ങനെ മരുന്ന് നൽകിയെന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. മറ്റു പല കുട്ടികൾക്കും ഇങ്ങനെ പല ചേച്ചിമാരും നൽകുന്നുണ്ട്, പലരും ഞങ്ങളെ പല നിലക്കും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന്. ഈ 12 വയസ്സുകാരിയായ കുട്ടിയെയും ഈ ചേച്ചി പല നിലക്കും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ പലരും തന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട് എന്ന്. ആ കുട്ടിയെ ഡി അഡിഷൻ സെന്ററിൽ കൊണ്ടാക്കി, സംരക്ഷണ കേന്ദ്രത്തിൽ കൊണ്ടാക്കി. 2 തവണ ആ കുട്ടി അവിടെ നിന്ന് ചാടിപ്പോയത്രേ. ഇപ്പോൾ ആ കുട്ടി നോർമലായി വരുന്നുണ്ട്. ആ കുട്ടിയും ആ കുട്ടിയോടൊപ്പമുള്ള മറ്റു കുട്ടികളൊക്കെ നോർമലായി വരുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ കുട്ടിയുടെ ഈ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടി കുട്ടിയുടെ അമ്മയെ വിളിച്ചു വരുത്തിയ സമയത്ത് കുട്ടിക്ക് അച്ഛനില്ല, അച്ഛൻ മരണപ്പെട്ടതോ അച്ഛനതോ ഉപേക്ഷിച്ചതോ എന്തോ ആണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ആ അമ്മ ഈ കുട്ടിയുടെ വിവരം അറിഞ്ഞിട്ട് കുട്ടിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി അമ്മയെ വിളിച്ചു വരുത്തിയ സമയത്ത് അമ്മയും ഒരു ഉറക്ക മട്ടിലാണ് അത്ര അമ്മയും വരുന്നത്. നോക്കുമ്പോൾ അമ്മയും ലഹരിക്കടിമയാണ് എന്നുള്ള വളരെയേറെ ഗുരുതരമായൊരവസ്ഥ. അപ്പോൾ ഇത് എങ്ങനെയാണ് അമ്മ ലഹരിക്കടിമയായത് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ആ കുട്ടി അമ്മയെക്കുറിച്ച് പറയുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ്. അമ്മയുടെ കൂട്ടുകാർ വളരെ മോശമാണ്, അമ്മയ്ക്ക് പല നിലക്കുള്ള ബന്ധങ്ങളുണ്ട്, അമ്മയെ ലഹരി ഉപയോഗിക്കുന്നു. ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അടുത്ത് ഒരു വളാഞ്ചേരിക്കാരനായ ഒരു നിസാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു, ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും. ആ നിസാം അതിൽ പറയുന്നുണ്ട്. നിസാം നേരത്തെ ഇതിന് അഡിക്റ്റ് ആയിരുന്നു, പിന്നീട് അതിൽ നിന്ന് മോചിതനായ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ നിസാമിൻ്റെ അടുക്കിലേക്ക് പലപ്പോഴും ഈ ലഹരി വാങ്ങുന്നതിന് വേണ്ടി നിസാം ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്ര. കൂട്ടുകെട്ടിലൂടെയാണ് നിസാമും ഇതിൽ എത്തിപ്പെട്ടത്. അതായത് നിസാമിൻ്റെ അടുക്കിലേക്ക് ഈ ലഹരി മേടിക്കുന്നതിന് വേണ്ടി പലപ്പോഴും കടന്നു വന്നിട്ടുള്ളത് സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ വലിയ സ്ഥാനങ്ങളിലുള്ള ആളുകളുടെ മക്കളും മറ്റുമൊക്കെയാണ് എന്നാണ്. ഈ മെഡിസിൻ വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ, ദമ്പതികൾ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരുന്നു, അതുപോലെ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഈ സിന്തറ്റിക് ലഹരിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ നമുക്കിത് മനസ്സിലാവില്ല, അത് ആരാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിൻ്റെ അഡിക്റ്റായി മാറി ഇവരിങ്ങനെ ഓരോ അക്രമങ്ങൾ കാണിക്കുന്ന സമയത്താണ് പലപ്പോഴും ഇവരിതിന് അഡിക്റ്റായിട്ടുണ്ട് എന്ന് മനസ്സിലാവും. നമ്മളിപ്പോൾ അടുത്ത ദിവസമാണ് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ ഇത്തരം വിഷയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ളൊരു വാർത്ത നമ്മൾ കണ്ടത്. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ
നാടിൻ്റെ അവസ്ഥ, നാട്ടിൽ ലഹരി മാഫിയ എത്രത്തോളം വിലസുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തേണ്ടുന്ന ഡോക്ടർമാർ വരെ ഇതിന് അഡിക്റ്റായി മാറുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമായൊരവസ്ഥ. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തും മറ്റുമൊക്കെ അറിയുന്ന ഡോക്ടർമാർ പോലും ഇതിൽ വീണ് പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. പക്ഷേ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്യമായൊരു ബോധവൽക്കരണം നടക്കുന്നില്ല. അതല്ലെങ്കിൽ ഈ ലഹരി മാഫിയയെ തുരത്തുന്നതിന് വേണ്ടി കൃത്യമായ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. കാരണം അത്രമാത്രം ഗുരുതരമാണ് നമ്മുടെ നാട്ടിലെ ഈ ലഹരി മാഫിയയുടെ വിളയാട്ടം എന്ന് പറയുന്നത്. കൃത്യമായ ശിക്ഷ നൽകണം. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ കൃത്യമായി ശിക്ഷിക്കണം. ലഹരി തടയേണ്ടുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ലഹരിയെ തടയുക തന്നെ ചെയ്യണം. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ ലഹരി വിൽപ്പന നടത്തുന്നവർ ചിലപ്പോൾ വധശിക്ഷയ്ക്കാണ്ട് വിധേയരാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ നശിച്ചു പോകും. നമ്മൾ ഈ പറയുന്നത് പോലെയൊന്നുമല്ല. ഇതിപ്പോൾ എത്ര കുടുംബങ്ങൾ ഈ ലഹരിയുടെ വിഷയത്തിൽ എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, എത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, എത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ പലയിടത്തും കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ കമിതാക്കളെ കാണുമ്പോൾ, കോളേജ് വിദ്യാർത്ഥിനികളെ കാണുമ്പോൾ അതൊക്കെ പുതിയ കാലത്ത് കുട്ടികൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് പലപ്പോഴും ലഹരിയാണ്. ഈ ലഹരി മാഫിയയുടെ വിളയാട്ടത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി പല സംഘടനകളും രംഗത്ത് വരുന്നത്. അവർ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം? കുട്ടികൾ തമ്മിൽ കൂട്ടം കൂടിയിരുന്നാൽ എന്താണ് പ്രശ്നം? പലപ്പോഴും ഇവിടെ ലഹരിയല്ലേ. ഇവിടെയൊക്കെ ഉണ്ടാവുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ. വർക്കല ബസ് സ്റ്റാൻഡിൽ നിന്നുള്ളൊരു ദൃശ്യം കഴിഞ്ഞ വർഷത്തെ സംഭവിച്ചാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ചെറിയ 2 പെൺകുട്ടികൾ, 2 ആൺ സുഹൃത്തുക്കളോടൊപ്പം നിന്ന് ആൺ സുഹൃത്ത് ഇങ്ങനെ പെൺകുട്ടിയുടെ വായിലേക്ക് വലിക്കാൻ എന്തോ വെച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോയൊക്കെ. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എത്ര കൊലപാതകങ്ങൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. എത്ര മാതാപിതാക്കളെ മക്കൾ ഈ ഒരു ലഹരിയുടെ പേരിൽ കൊന്നിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട്. ഈ ഒരു 2025 തുടങ്ങിയിട്ട് 2 മാസം പൂർത്തിയാകുന്നല്ലേ ഉള്ളൂ. ഇതിനിടയ്ക്ക് എത്ര കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. അതൊക്കെ പലപ്പോഴും ലഹരിയുടെ പേരിലല്ലേ. എത്ര ഉമ്മമാര് മക്കൾ നൊന്ത് പോറ്റി വളർത്തിയ മക്കൾ, ആ മക്കൾ തന്നെ അവരെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ലേ? ആഷിഖ് സുബൈദ എന്ന് പറയുന്ന ഉമ്മയെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? അങ്ങനെ മുഹമ്മദ് ഉമ്മയെ അർത്ഥത്തിനെ കുറിച്ച് കേട്ടില്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്ന കൊലപാതകങ്ങൾ, അങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ കുട്ടി അതിനൊന്നും പോയി ചാടില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഇത് ഏതെങ്കിലും കുട്ടികളോട് ആരെങ്കിലും സ്നേഹം കാണിച്ച് എന്തെങ്കിലും മിഠായി കൊടുക്കുന്നത് പോലെ കൊടുത്താൽ മതി. കുട്ടികൾക്ക് ഇത് അറിയില്ല. ഒരു വട്ടം ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് കുട്ടികൾ ഇതിന് അഡിക്റ്റായി മാറുക. നമ്മൾ തകർന്നു പോകും, നമ്മുടെ കുടുംബം തകർന്നു പോകും. നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ അഫാൻ്റെയൊക്കെ കഥ പറഞ്ഞത് കേട്ടില്ല. എത്ര സൗമ്യനായി നടന്നിരുന്നൊരു ചെറുപ്പക്കാരനാണ്. ആർക്കും ഒരു മോശം സ്വഭാവം മോശം പറയാനില്ലാത്ത ചെറുപ്പക്കാരൻ എത്ര പെട്ടെന്നാണ് അവൻ ഈ കണ്ട ക്രൂരതകളൊക്കെ ചെയ്തത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കുക. അതല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കുക. എൻ്റെ കുട്ടി അതിൽ പോയി ചാടില്ല എന്ന് വിചാരിക്കരുത്. നമ്മളെയും ശ്രദ്ധിക്കണം. നമ്മളിതിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങണം. അത് അറിയിക്കേണ്ടവരെ നമ്മൾ അറിയിക്കണം. നമ്മൾ പലപ്പോഴും അത് എൻ്റെ കുട്ടിയല്ലല്ലോ, അത് അപ്പുറത്ത് വീട്ടിലല്ല, അല്ലെങ്കിൽ അവിടെയല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. അപ്പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അയൽപക്കത്തെത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് നാളെ നമ്മുടെ വീട്ടിലേക്കും കയറി വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതല്ല എങ്കിൽ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ലഹരി എന്ന് പറയുന്നത് സകല തിന്മകളുടെയും താക്കോലാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിത്ത് എന്ന് മുത്തനബി പഠിപ്പിച്ചതല്ലേ. എല്ലാ തിന്മകളുടെയും ഉമ്മയാണ് ലഹരി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.
എല്ലാത്തിനും പിന്നിൽ പലപ്പോഴും ലഹരിയാണ്. ഈ സിന്തറ്റിക് ലഹരികൾ, MDMA പോലെയുള്ള ലഹരികൾ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. ഇത് ഉപയോഗിച്ച ആളുകളെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചിലപ്പോൾ ആദ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസാണ്, അവർക്ക് ഒന്നും കൂടി ആത്മവിശ്വാസം കൂടുകയും നമ്മോടൊക്കെ നല്ല രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക, നല്ല സ്വഭാവമായിരിക്കും കാണിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ മക്കളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.